യുദ്ധത്തെ തുടർന്ന് റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് യുഎഇയിലെ ഏത് വിമാനത്താവളത്തിൽ നിന്നും അധിക ചാർജ് ഇല്ലാതെ മടങ്ങാൻ സൗകര്യമൊരുക്കും. അറിയിപ്പുമായി എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും രംഗത്തുണ്ട്. ബുക്ക് ചെയ്ത സെക്ടറുകൾക്ക് പകരം യുഎഇയിലെ ഏത് വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയിലെ ഏത് നഗരത്തിലേക്കും യാത്ര ചെയ്യാം. അബുദാബി യുദ്ധത്തെ തുടർന്ന് റദ്ദാക്കിയിട്ടുള്ള വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണ്. യുഎഇയിലെ ഏത് വിമാനത്താവളത്തിൽ നിന്നും ഇത്തരം യാത്രക്കാർക്ക് അധിക ചാർജ് ഇല്ലാതെ തന്നെ മടങ്ങാനുള്ള സൗകര്യമൊരുക്കുകയാണ് ഇപ്പോൾ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും. ബുക്ക് ചെയ്ത സെക്ടറുകൾക്ക് പകരം യുഎഇയിലെ ഏത് വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയിലെ ഏത് നഗരങ്ങളിലേക്കും യാത്ര മാറ്റാനാകും. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് യൂറോപ്പിലേക്കും യുഎസിലേക്കുമുള്ള റൂട്ടുകളിൽ നാളെ മുതൽ 18 വരെ എയർ ഇന്ത്യ 78 അധിക സർവീസുകളാണ് നടത്തുന്നത്. ന്യൂയോർക്ക്, ലണ്ടൻ, ഫ്രാങ്ക്ഫർട്ട്, ആംസ്റ്റർഡാം, സൂറിക്, പാരീസ് എന്നിവയ്ക്ക് പുറമെ കൊളംബോ, മാലെ എന്നിവിടങ്ങളിലേക്കും ഡൽഹിയിൽ നിന്ന് അധിക സർവീസുകൾ നടത്തും. 17,660 സീറ്റുകളാണ് ഈ അധിക സർവീസുകളിൽ ആകെ ഉണ്ടാവുക. യൂറോപ്യൻ റൂട്ടുകളിൽ ബോയിങ് 787-8 വിമാനങ്ങളാണ് ഉപയോഗിക്കുക. മാലെ, കൊളംബോ റൂട്ടുകളിൽ എയർബസ് A320 നിയോ വിമാനങ്ങളായിരിക്കും സർവീസ് നടത്തുക. ഇതിനു പുറമെ ന്യൂയോർക്കിലേക്ക് ബോയിങ് 777-300ER വിമാനങ്ങളുമായിരിക്കും ഉപയോഗിക്കുക. ആകാശ എയർ ഇന്ന് വൈകിട്ട് 5:50 കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കും തിരിച്ചു വൈകിട്ട് 10:55 ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കും സർവീസ് നടത്തും. മുംബൈയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള സർവീസ് വൈകിട്ട് 7:20 പുറപ്പെടും. തിരിച്ചു രാത്രി 11:55 ജിദ്ദയിൽ നിന്ന് മുംബൈയിലേക്കും സർവീസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് 13 വിമാനങ്ങളും ഇവിടെ നിന്ന് വിവിധ ഗൾഫ് സെക്ടറുകളിലേക്ക് 12 സർവീസുകളും നടത്തിയിരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനുള്ള 17 രാജ്യാന്തര സർവീസുകളും വിവിധ രാജ്യങ്ങളിൽ നിന്ന് കരിപ്പൂരിലെത്താനുള്ള 15 വിമാന സർവീസുകളും ഉൾപ്പെടെ 32 രാജ്യാന്തര സർവീസുകളാണ് ഇന്നലെ റദ്ദാക്കിയത്. അതേസമയം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്കും തിരിച്ചുമായി 22 രാജ്യാന്തര സർവീസുകളും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.